ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു റൂമിലേക്ക് വേണ്ട സ്വിച്ച് ബോർഡുകളും അതിൻ്റെ പൊസിഷനുകളും അതിൻ്റെ ഹൈറ്റും കാര്യങ്ങളുമാണ് നമ്മളൊന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു എൻട്രൻസ് സ്വിച്ചിൽ നിന്ന് നോക്കാം. ഒരു റൂമിലേക്ക് കയറി വരുന്ന എൻട്രൻസ് സ്വിച്ച് ഇതാണ്. ഒരു വാതിലാണ്. അതിനുശേഷം നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ കയറി വരുന്ന ലെഫ്റ്റ് സൈഡിൽ തന്നെ നമ്മൾ ഓൾറെഡി എൻട്രൻസ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ആ എൻട്രൻസ് സ്വിച്ചാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ സ്പേസ് കുറവായതുകൊണ്ടും അവിടെ ഒരു ഡ്രസ്സിങ് ഏരിയയുടെ തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് ബാത്റൂമാണ് നമ്മൾ കയറി വരുമ്പോൾ എൻ്റെ തൊട്ടടുത്ത് കാണുന്നത്. അപ്പോൾ ഡ്രസ്സിങ് ഏരിയ ഉണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ സ്വിച്ച് ബോർഡുകൾ നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല. അവിടെ ഒരു 4 മോഡുകളുടെ സ്വിച്ച് ബോർഡ് കൊടുത്തു. 2 2 വേ സ്വിച്ചും പിന്നെ 2 1 വേ സ്വിച്ചും കൊടുത്തു. ഒരു 1 വേ സ്വിച്ച് ബാത്റൂമിൻ്റെ അകത്തെ സ്വിച്ചും പിന്നെ ഈ റൂമിലൊരു സ്വിച്ചുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 2 2 വേ സ്വിച്ച് നമ്മൾ മസ്റ്റായിട്ടും കൊടുക്കണം. ഇതിവിടെ നമ്മൾ കാണാൻ സാധിക്കുന്ന പോലെ തന്നെ കയറി വരുന്ന ലെഫ്റ്റ് സൈഡിൽ തന്നെ കബോർഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ തന്നെ ഒരു സിസ്റ്റമൊക്കെ കണക്ട് ചെയ്യുന്നത്, എക്സ്ട്രാ പ്ലഗ് കണക്ട് ചെയ്യുന്ന ഒരു ഏരിയ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബെഡ്റൂമിൻ്റെ കറക്റ്റ് ഏരിയ. 6 അടി ബെഡാണ് നമ്മൾ ചെയ്യേണ്ടത്. 6 അടി ബെഡാണ് എപ്പോഴും ചെയ്തിരുന്നത് ബെറ്ററാണ്. പിന്നീട് എന്തെങ്കിലും ഒരു ആവശ്യം വരുന്ന സമയത്ത് 6 അടി കോട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് 6 അടി കോട്ട് ചെയ്തിരിക്കുന്നത്. 6 അടി വരുന്ന കട്ടിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. 6 അടി വരുന്ന കട്ടിൽ രണ്ട് സൈഡിലും പ്ലഗുകൾ, സ്വിച്ച് കാര്യങ്ങളെല്ലാം കൺട്രോളിങ് എല്ലാം നമ്മൾ ബെഡിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. വൺ സൈഡ് വരുന്നത് ഫസ്റ്റ് സ്വിച്ച് 2 2 വേ സ്വിച്ച്, ഫസ്റ്റ് ലൈറ്റും പിന്നെ സെക്കൻഡ് വരുന്നത് ഫാനിൻ്റെ കൺട്രോളിംഗ് ആണ്. നമ്മുടെ എൻട്രൻസ് സ്വിച്ചിൽ വരുന്ന കണ്ടന്റ് വരുന്നത്. പിന്നെ വരുന്നത് ഫുൾ ലാമ്പാണ് വരുന്നത്. ഫുൾ ലാമ്പ് അല്ലെങ്കിൽ നമ്മൾ തൊട്ട് മുമ്പിലുള്ള ഒരു പിക്ചർ ലാമ്പ് കൊടുക്കാം. പിന്നെ ഒരു പ്ലഗും സ്വിച്ചും വരുന്നത്. അത് ഇൻ്റർനാഷണൽ പ്ലഗ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ തൊട്ടിപ്പുറത്ത് സൈഡിൽ കൊടുത്തിരിക്കുന്നത് ഒരു ഫസ്റ്റ് AC സ്വിച്ച് DP സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും 32 ആംസിൻ്റെ. പിന്നെ തൊട്ടപ്പുറത്ത് വരുന്നത് മാസ്റ്റർ കൺട്രോളിങ് 20 ആംപിയർ മാസ്റ്റർ കൺട്രോളിങ് വരുന്നുണ്ട്. പിന്നെ 2 ലൈറ്റ് സീലിംഗ് ലൈറ്റുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ. പിന്നെ ഒരു പ്ലഗ് വരുന്നുണ്ട്. അത് ഒരു സാധാ പ്ലഗ്ഗാണ് കൊടുത്തിരിക്കുന്നത്, ഒരെണ്ണം ഇൻ്റർനാഷണൽ പ്ലഗ്. അപ്പോൾ ഏതാണോ മൊബൈൽ വരുന്ന പ്ലഗുകൾ അനുസരിച്ചിട്ട് നമുക്ക് 2 സൈഡിലും മൊബൈൽ ചാർജിങ്ങിനോ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. ഇത് വരുന്നത് ബെഡിൻ്റെ മുകളിലായിട്ട് പിക്ചർ ലാമ്പ് വരുന്നുണ്ട്. പിന്നെ സീലിംഗ് ലൈറ്റ്സുകളാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ സെൻറ്റർ, അതായത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ബെഡിൻ്റെ എങ്ങനെ പൊസിഷൻ അറേഞ്ച് ചെയ്യാം, അതിൻ്റെ സെൻറ്ററിൽ എങ്ങനെയായിരിക്കണം, അതിൻ്റെ അറേഞ്ച്മെൻറ്റ് കാര്യങ്ങൾ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ചെയ്യുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ നമുക്കത് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇതിപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു സീലിംഗ്, ആ സെൻറ്ററിൽ മാത്രം ഫാനിൻ്റെ മാത്രം സീലിംഗ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം തന്നെ വാർക്ക് ചെയ്ത സമയത്ത് തന്നെ സീലിംഗ് ലൈറ്റ്സിനുള്ള ബോക്സ് വാർക്കയുടെ ഉള്ളിൽ തന്നെ ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സീലിങ്ങിനുള്ള എമൗണ്ട് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഇത് കബോർഡ് വർക്ക് ചെയ്തിരിക്കുന്നു. കബോർഡിൻ്റെ സൈഡിൽ നമുക്ക് എന്തെങ്കിലും ഉപയോഗിക്കുന്നതിന് വേണ്ടി ചെറിയൊരു സ്വിച്ച് ബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്കത് കണക്ഷൻ എന്തെങ്കിലും ഉപയോഗിക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ട്. ഇത് മെയിനായിട്ട് വരുന്നത് സ്റ്റഡി ഏരിയ പോലെ നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ കമ്പ്യൂട്ടർ കാര്യങ്ങളെല്ലാം ഈ രീതിയിൽ ഉപയോഗിക്കാം. ഈ 2 പ്ലഗും 2 സ്വിച്ചുമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഫുൾ ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ബെഡിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഫുൾ ലാമ്പ് കൊടുക്കേണ്ടത്. ബെഡിൽ നിന്നും നമുക്ക് രാത്രി ചെറിയൊരു ഡിം ലൈറ്റിന് ഈക്വലായിട്ട് വരും. അത് കൊടുക്കുന്നത് ബാത്റൂമിൻ്റെ സൈഡിൽ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ. ഇത് ബാത്റൂമിലേക്ക് കടന്നു വന്നു മോഡേൺ സ്റ്റൈലിലുള്ള ബാത്റൂമാണ് കൺസീൽഡ് ഫ്ലഷ് വെച്ചിട്ടുള്ള ബാത്റൂമാണ് ചെയ്തിരിക്കുന്നത്. ആ ബാത്റൂമിൻ്റെ അകത്ത് ഒരു മിറർ ലാമ്പ്, പിന്നെ ഒരു സാധാ ലൈറ്റ്, ഒരു ഹീറ്റർ, എക്സോസ്റ്റ്, പിന്നെ അതുപോലെ തന്നെ ഒരു സീലിംഗ് ലൈറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. എക്സോസ്റ്റിനുള്ള പോയിൻ്റും ഉണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് സെപ്പറേറ്റ് ഏരിയ വരുന്ന അങ്ങേറ്റത്ത് കാണുന്നതാണ് കുളിക്കുന്ന ഏരിയ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ചെറിയൊരു ഡ്രസ്സിങ് ഏരിയയുടെ തൊട്ട് സൈഡിൽ തന്നെയാണ് ഈ എൻട്രൻസ് സ്വിച്ച് വരുന്നത്. എൻട്രൻസ് സ്വിച്ചിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 2 വേയും ബാത്റൂമിലേക്കുള്ള എൻട്രൻസിൻ്റെ ലൈറ്റുമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ട്സിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.